ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ രേണുക ഓടിക്കൊണ്ട് പോലീസ് സ്റ്റേഷനിലോട്ട് വന്ന് നിധി 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 എന്ന് പറഞ്ഞ് ഉറക്കി വിളിച്ചു പോവുകയാണ് കേട്ടോ. ഒരു പോലീസ് സ്റ്റേഷനാണെന്ന് പോലും നോക്കാതെയാണ് വിളിച്ചു പോകുന്നത്. അപ്പോൾ അവിടെ ആ ഒരു പോലീസുകാരുണ്ടല്ലോ, ഇൻസ്പെക്ടർ ഉണ്ടല്ലോ, എക്സൈ ഉണ്ടല്ലോ, അയാൾ വന്നിട്ട് പറയണേ, എന്താ നിങ്ങൾ ഇവിടെ കിടന്ന് പോകുന്നത്? അത് കേട്ട ഉടനെ നിധി എന്നവളെ അറസ്റ്റ് ചെയ്തിട്ടില്ലേ? തീർച്ചയായും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവൾ എൻ്റെ മകളുടെ കുഞ്ഞിനെയാണ് ഇല്ലാതാക്കാൻ നോക്കിയതെന്ന് പറയണം കേട്ടോ. അത് കേട്ട ഉടനെ തന്നെ അവളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ കൊണ്ടുപോവാണ് അവളെ കോടതിയിലോട്ട് എന്നുള്ള സത്യങ്ങളൊക്കെ ഇങ്ങനെ പറയണം കേട്ടോ. അത് കേൾക്കുമ്പോൾ ഉടൻ തന്നെ രേണുക പറയണം, അവളൊരു പഠിച്ച കള്ളിയാണ്, അവളുടെ ഭർത്താവ് അവളെ എങ്ങനെയെങ്കിലും രക്ഷിക്കാൻ നോക്കുക. എൻ്റെ മകളോട് ഇത് ഒരു ക്രൂരതയൊന്നുമല്ല. ഒരു പക്ഷേ ഈ ഒരു തെളിവ് അവർ ഇല്ലാതാക്കാൻ ശ്രമിച്ച് അവർ കേസിൽ നിന്ന് പിൻവലിച്ച് അവരെ രക്ഷപ്പെടാൻ നോക്കും. പക്ഷേ അതൊന്നും നടക്കാൻ പാടില്ല. അതിന് ഞാനൊരു കാര്യം പറയട്ടെ. അത് കേട്ട ഉടനെ തന്നെ രേണുകയോട് എസ് ചോദിക്കുക, എൻ്റെ വക ഒരു കേസുണ്ട്, നിങ്ങൾക്ക് പോകുന്നവർക്ക് എല്ലാവർക്കും ഇവിടെ കേസ് നൽകാൻ വെറുതെ അങ്ങ് കേസ് എടുക്കാനൊന്നും പറ്റില്ല. എന്താ നിങ്ങളുടെ കേസെന്ന് ആദ്യം കേൾക്കട്ടെ. അത് കേട്ടോടത്തന്നെ പറയണേ, എൻ്റെ മകളെ ഇതിന് മുന്നേ അവളെ ഇല്ലാതാക്കാൻ നോക്കിയിട്ടുണ്ട്, മരുന്ന് മാറി അബോർഷൻ ചെയ്യാൻ ഇവൾ ശ്രമിച്ചിട്ടുണ്ട്. എന്താ നിങ്ങൾ പറയുന്നത്? അതെ, മരുന്ന് വേറെ കൊടുത്ത് മരുന്ന് വാങ്ങാൻ ഇവളെ പറഞ്ഞയച്ചപ്പോൾ ഇവൾ അബോർഷനുള്ള ഗുളിക വാങ്ങിക്കൊടുത്ത് ശിവാനിയുടെ ഗർഭം കളയാൻ നോക്കിയിട്ടുണ്ടെന്ന് സത്യം പറയാനിട്ടാ. ഇത് കേൾക്കുന്ന എസ് പോലും ഞെട്ടിപ്പോകണം. എന്താ നിങ്ങൾ പറയുന്നത്? അസത്യമായ വാക്കുകൾ സത്യമാണ്. അതുകൊണ്ട് എൻ്റെ മകളുടെ ജീവന് ഭീഷണിയുണ്ട്, എൻ്റെ പേരക്കുട്ടികൾക്കും ഞാൻ എൻ്റെ വക കേസ് തരുന്നെന്ന് പറയുമ്പോൾ ഈ കേസിനെ ഒന്നും കൂടി ബലമാക്കുക ചെയ്യുക. അതുകൊണ്ട് നിങ്ങൾ ഈ പേപ്പറിൽ ഒപ്പിട്ടോളൂ എന്ന് പറയട്ടെ. ബാക്കിയൊക്കെ എഴുതി പിടിപ്പിക്കൽ ഞാൻ പിടിപ്പിച്ചോളാം എന്നും പറഞ്ഞിട്ട് ആ ഒരു പേപ്പറിൽ ഒപ്പിടാൻ പറയുന്നു കേട്ടോ. ഇതേ സമയം എനിക്ക് എന്തായാലും അവളെ ഒന്ന് കാണണമെന്ന് പറയണം. അപ്പോഴാണ് ശിവാനിയുടെ ഫോൺ കോൾ രേണുകൾക്ക് വരുന്നത് കേട്ടോ. അപ്പോൾ ഉടൻ തന്നെ എന്താ അമ്മേ, ഞാനിതടി പോലീസ് സ്റ്റേഷനിലാണ്. പോലീസ് സ്റ്റേഷനിലോ? അമ്മ എന്തിനാ അങ്ങോട്ടേക്ക് പോയിരിക്കുന്നത്? നിധിയെ കാണാൻ. എന്നിട്ട് അവളെ കണ്ടോ അമ്മ? ഇല്ല, കണ്ടില്ല. പക്ഷെ ഞാൻ വേറൊരു കേസ് കൊടുത്തിട്ടുണ്ട്. ആഹാ, ഞാൻ പറഞ്ഞത് അമ്മ ചെയ്തോ? യെസ്, അത് ചെയ്തു. അഥവാ അവൾ ഈ കേസിൽ നിന്ന് നീ പറയുന്നത് പോലെ രക്ഷപ്പെടുകയാണെങ്കിൽ ഞാൻ കൊടുത്ത കേസ് അവിടെ കിടക്കുമല്ലോ. അതായത് മരുന്ന് മാറ്റി എന്നെ അബോർഷൻ ാക്കാൻ പറഞ്ഞ കേസ് കിടക്കും. അത് കേട്ട ഉടനെ തന്നെ എൻ്റെ മോളെ, നീ പറഞ്ഞതുപോലെ ഞാൻ ചെയ്തു. എൻ്റെ അമ്മ അല്ലെങ്കിൽ സൂപ്പർ തന്നെയാണ്, പറയാൻ വാക്കുകളില്ല. എന്തായാലും അമ്മ അവളുടെ പേരിൽ കേസ് കൊടുത്തത് കൊണ്ട് തന്നെ ഇനി ഒരിക്കലും അവൾക്ക് പുറലോകം കാണാൻ പറ്റത്തില്ല. ഗൗതം ഈ കേസ് കുരുക്കൊഴിക്കാൻ നോക്കുമ്പോഴേക്കും അടുത്ത കേസ് അമ്മ കൊടുത്തതുണ്ടാവുമല്ലോ. അതുകൊണ്ട് അവിടെ രക്ഷപ്പെടാൻ അവൾക്ക് പഴുതുകളില്ല എന്നൊക്കെ പറഞ്ഞ് ശിവാനി വളരെ സന്തോഷത്തോടു കൂടി നിൽക്കുകയാണ് കേട്ടോ. ഇതേ സമയം ഗൗതമാണെങ്കിലോ വക്കീലിനെ കാണാൻ പോയിരിക്കുകയാണ്. അങ്ങനെ വക്കീലിനോട് കാര്യങ്ങൾ പറയണം. അപ്പോൾ വക്കീൽ പറയണേ, നിങ്ങൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, ഒരു രക്ഷയില്ല. നിങ്ങളുടെ ഭാര്യ 7 വർഷം കഠിന തടവ് അനുഭവിച്ചേ പറ്റുള്ളൂ. കൊലക്കുറ്റമാണ് ചെയ്യാൻ ശ്രമിച്ചിരിക്കുന്നത്. അതിന് ജാമ്യം പോലും കിട്ടില്ല. ജാമ്യത്തിന് പോലും നോക്കിയിട്ട് കാര്യമില്ല. അത് കേട്ട ഉടനെ എന്താ നിങ്ങളിങ്ങനെ ഒരു വക്കീലിനെ കാണാൻ വന്നാൽ ഒരു വക്കീൽ ആശ്വാസ വാക്കുകൾ തിരഞ്ഞെടുത്ത് മനസ്സ് കെടുത്തുന്ന വാക്കുകളാണ് പറയുന്നത്. എനിക്ക് അങ്ങനെയുള്ളൂ കഴിയത്തുള്ളൂ. കാരണം എന്താണെന്നറിയോ, ഈ കേസിൽ അത്രയും ദൃഢമായ ആളുകളും സാക്ഷികളും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങളുടെ ഭാര്യ കുടുങ്ങുന്നുള്ളതിൽ ഉറപ്പാണ്. ജാമ്യത്തിന് പോലും നിന്നിട്ട് കാര്യമില്ല, അവിടെ ചമ്മി പോവുകയുള്ളൂ, വഷളായി പോവുകയുള്ളൂ. അതിലും നല്ലത് നിൽക്കാതെ ഇരിക്കുകയാണ് നല്ലത്. ഈ കേസ് കോടതിയിലെത്തിയ ഉടൻ തന്നെ കോടതി പറയും 7 വർഷം കഠിന തടവ് എന്നുള്ളതായിരിക്കും കോടതിയിൽ നിന്ന് വരുന്നതെന്ന് പറയാൻ കേട്ടാ. അപ്പോൾ ഇത് കേൾക്കുന്നതിനോട് കൂടിയിട്ട് ഗൗതം, ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ ഒരേ ഒരു വഴി, നിങ്ങൾ വിചാരിച്ചാൽ മാത്രമേ അതിന് കഴിയുള്ളൂ. ഈ കേസ് ആരാ കൊടുത്തത്? ശിവാനി. അവളെ കൊണ്ട് വാപ്പസ് വാങ്ങിപ്പിക്കുക. അത് തീർച്ചയായും ആ കേസ് പിൻവലിച്ചു കഴിഞ്ഞാൽ ഈ കേസ് പിന്നെ ഇല്ലാതായി. അതിന് ഒരു വഴിയില്ല. അവളെ എൻ്റെ ഭാര്യയെ കൊടുക്കാനല്ലേ നോക്കുന്നത്. അവൾ വിചാരിച്ചാൽ മാത്രമാണ്. നിങ്ങളുടെ അനിയൻ്റെ ഭാര്യയാണെന്നല്ലേ പറഞ്ഞത്. നിങ്ങളുടെ അനിയൻ്റെ ഭാര്യ വിചാരിച്ചാൽ തീർച്ചയായും കൊടുത്തവൾ തന്നെ ഈ കേസ് പിൻവലിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഭാര്യ പുറത്തു വരും, അല്ലാതെ വേറൊരു വഴിയില്ല എന്ന് പറയട്ടോ. അപ്പോൾ ഗൗതമിന് ഇങ്ങനെ മനസ്സിൽ തോന്നണം, ഇത് തന്നെയാണ് വഴിയെങ്കിൽ അവളെ കൊണ്ട് തന്നെ ഈ കേസ് പിൻവലിപ്പിക്കാനുള്ള അടുത്ത വഴി നോക്കണമെന്ന് ഗൗതം ഇങ്ങനെ മനസ്സിൽ കരുതണം. അപ്പോൾ ഗൗതമിൻ്റെ മനസ്സിൽ അതൊരു പ്രതിജ്ഞ പോലെ തന്നെ, ഒരു ആണി അടിച്ചതുപോലെ തന്നെ ഗൗതമിൻ്റെ മനസ്സിൽ അതിങ്ങനെ കിടക്കുന്നുണ്ട് കേട്ടോ. ഇതേ സമയം നിധി സെല്ലിലെത്തിയിരിക്കുകയാണ്. നിധി ഇങ്ങനെ ജയിൽ വരാന്തയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ആ സമയം ഒരാൾ വന്നിട്ട് നിധിയോട് പറയണേ, നിന്നെ കാണാൻ ഒരാൾ വന്നിട്ടൊന്ന് പറഞ്ഞു കേട്ടോ, അതുകൊണ്ട് നീ ചെല്ലെന്ന് പറയണം. ആരാണെന്ന് ചോദിക്കും. അതൊന്നും അറിയില്ല എന്ന് പറയുകയാണ്. അങ്ങനെ നിധി അങ്ങോട്ടേക്ക് പോവുകയാണ് കേട്ടോ. ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച രേണുകയും ശിവാനി ആയിരിക്കും കേട്ടോ. അപ്പോൾ ഉടൻ തന്നെ രേണുക, എടി നീ എന്നോടും എൻ്റെ മകളോടും എൻ്റെ ഭർത്താവിനെ കൂട്ടുപിടിച്ച് പല
കാര്യങ്ങളും ചെയ്തെന്ന് എനിക്കറിയാം. അപ്പോഴേക്കും നിധി അത് കേൾക്കാൻ നിൽക്കാതെ അവിടെ നിന്നും പോകുമ്പോൾ ശിവാനി പറയണേ, എന്താ എന്നെ പേടിച്ച് ഓടുകയാണോ എന്ന് ചോദിക്കും. നിന്നെ പേടിയോ? നിന്നെ ഞാൻ എന്തിനാണ് പേടിക്കുന്നത്? അപ്പോൾ രേണുക, പിന്നെ എന്താണ് നീ ഞങ്ങൾക്ക് മുന്നിൽ സംസാരിക്കാൻ നിൽക്കാത്തത്? അല്ല, നിങ്ങളുടെ മകളുടെ നാടകത്തിൽ നിങ്ങൾ പോലും വീണില്ലേ? ഈ പൊളി ഗർഭം പൊളിച്ചെടുക്കാൻ അധിക ദിവസങ്ങളൊന്നും വേണ്ട. എന്താണ് നീ പറഞ്ഞത്? നീ എൻ്റെ മകളുടെ നേർക്ക് നീ ആയുധം എടുത്തിരിക്കുന്നുല്ലേ? എൻ്റെ മകളുടെ നേർക്ക് ആയുധം എടുത്തത് കൊണ്ട് തന്നെ എൻ്റെ മകൾ കേസ് കൊടുത്ത് സ്ഥിതിക്ക് പോരാത്തത് ഞാനൊരു കേസ് കൊടുത്തിട്ടുണ്ട് നിൻ്റെ പേരിൽ. അത് കേൾക്കുന്ന നിധി ഞെട്ടിപ്പോവാണ് കേട്ടോ. നീ എൻ്റെ മകളുടെ കുഞ്ഞിനെ അബോർഷൻ ചെയ്യാൻ ശ്രമിച്ചു, എൻ്റെ മകളെ അബോർഷൻ ചെയ്യാൻ ശ്രമിച്ചു എന്ന കേസാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. അത് കേൾക്കുന്ന നിധി അങ്ങോട്ട് ചിരിക്കുകയാണ് കേട്ടോ. ആ ചിരി കേൾക്കുമ്പോൾ ഇവളെന്ത് ചിരിക്കുന്നതെന്ന ഭാവത്തിൽ ശിവാനിയും രേണുക ഇങ്ങനെ നിൽക്കുകയാണ്. നിങ്ങൾ ഇവളുടെ അമ്മയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങളെപ്പോലെ ഇവൾ പറ്റിച്ചും കൊണ്ടിരിക്കുകയാണ്. ഇവളുടെ വയറ്റിൽ ഒരു മണ്ണാങ്കട്ടയില്ല, കുഞ്ഞുമില്ല, ഒന്നുമില്ല. ഇവൾ പാഡ് വെച്ച് കെട്ടി നടക്കുകയാണ്. ഇവൾ കുഞ്ഞില്ലാത്ത ഗർഭിണിയാണ്. ഇവളെല്ലാവരും പറ്റിച്ചും കൊണ്ടിരിക്കുകയാണ്. അത് കേൾക്കുന്ന ശിവാനി ഇങ്ങനെ പേടിച്ച് പോവാണ് കേട്ടോ. ഈ പൊളി ഗർഭം അധിക നാളൊന്നും കൊണ്ടു നടക്കാൻ കഴിയില്ല. പ്രതീക്ഷകളോടുകൂടി നിങ്ങൾ ഇവൾക്ക് പിന്നാലെ നടക്കുമ്പോൾ നിങ്ങൾ പോലും പ്രതിയാകുന്ന ആ രീതിയിലാണ് ഇവളുടെ പ്രവൃത്തി. അവളോട് ചോദിച്ചു നോക്കി, ഇവൾ ഗർഭിണിയാണോ അല്ലേ എന്നുള്ളത്. ഇവൾ പറയില്ല. അത് കേൾക്കുന്ന രേണുക, എന്താണ് നീ എന്നെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നത്? ഇത് ഭീഷണിയല്ല, നിങ്ങൾ അനുഭവിക്കാൻ പോകുന്നതാണ്. ഞാൻ ഈ സെല്ലിൽ എത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും എന്നെ പുറത്ത് കൊണ്ടുവരാൻ എൻ്റെ ഗൗതമിന് കഴിയും. അത് വരികയും ചെയ്യും. നിങ്ങൾ എന്ത് ചെയ്തിട്ട് കാര്യമില്ല. പിന്നെ ഇല്ലാത്ത ഗർഭത്തിൻ്റെ പേരിലാണ് ഞാൻ ഈ സെല്ലിലോട്ട് പോയതെന്ന് ശിവാനി നീ ഓർക്കണം കേട്ടോ. നിൻ്റെ വയറ്റിൽ കുഞ്ഞില്ലെന്ന് നിനക്ക് നന്നായിട്ട് അറിയില്ലേ? അത് നീ ഒന്ന് ആലോചിച്ചാൽ നിനക്ക് നന്നേന്ന് പറയാൻ കേട്ടോ. ഇത് കേൾക്കുന്നതിനോട് കൂടി ശിവാനി ഇങ്ങനെ ഭയക്കണം കേട്ടോ. ഈശ്വര, എന്താണ് ഇപ്പോൾ ഇവളിങ്ങനെ തറപ്പിച്ച് പറയുന്നെങ്കിൽ? നിധി ഇന്നും ഇന്നലെയും കാണൽ തുടങ്ങിയതില്ല. അവൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റേതായ ഒരു സത്യമുണ്ടെന്ന് ശിവാനി ഇങ്ങനെ മനസ്സിലാക്കണം കേട്ടോ. അപ്പോൾ രേണുക പറയണേ, അഹങ്കാരത്തിന് ഒരു കുറവുമില്ല, ഇവൾക്ക് എപ്പോഴും അഹങ്കാരം കൂടുതലാണ്. അപ്പോൾ ഉടൻ തന്നെ, എൻ്റെ അമ്മായി, നിങ്ങൾ ഇവളുടെ പിന്നാലെ നടക്കുന്നത് നിങ്ങളുടെ കുഴി തോണ്ടുന്ന പ്രവൃത്തിയാണ് ഇവളിപ്പോൾ ചെയ്യുന്നത്. നിങ്ങളോട് പോലും പറഞ്ഞിട്ടില്ല, ഇവളുടെ വയറ്റിൽ കുഞ്ഞില്ലെന്ന് ഞാൻ നിങ്ങളോട് തറപ്പിച്ച് പറഞ്ഞു. ആ ഇല്ലാത്ത കുഞ്ഞിൻ്റെ പേരിലാണ് നിങ്ങളും ഇവളൊക്കെ കേസ് കൊടുത്തിരിക്കുന്നത്. അത് പൊളിച്ചെടുക്കാൻ നിധിക്ക് കഴിയും. അതൊന്ന് ആലോചിക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ വേണമെങ്കിൽ നിങ്ങളുടെ മകൾക്ക് അതൊന്ന് പറഞ്ഞു കൊടുത്തേക്ക് എന്നിങ്ങനെ പറയുമ്പോൾ രേണുക പറയണേ, ഇത്ര കിട്ടിയിട്ടും പാഠം പഠിച്ചിട്ടില്ല എന്ന് പറയണ്ട. അത് തന്നെയാണ് നിങ്ങളോടും പറയുന്നത്. നിങ്ങളെപ്പോലെ വൃത്തികെട്ടവരോട് സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല. ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്നും പുറത്തിറങ്ങാനും എനിക്ക് നന്നായി അറിയാമെന്ന് പറയാനായിട്ടാ. അങ്ങനെ ശിവാനിയുടെ മുന്നിൽ നിന്നും നിധി പോകുമ്പോൾ ഉടൻ തന്നെ രേണുക പറയണം, അവളുടെ അഹങ്കാരത്തിന് യാതൊരു കുറവില്ല, എന്തൊരു അഹങ്കാരമാണ് അവൾക്ക് ഇപ്പോഴും എന്നിങ്ങനെ പറയുമ്പോൾ, അമ്മേ, ഇതൊക്കെ കുറച്ച് നേരത്തേക്കുള്ള അഹങ്കാരമാണ്. തോറ്റ് അവൾ തുന്നം പാടി എന്ന് അറിഞ്ഞിട്ടുള്ള നമ്മളുടെ മുന്നിൽ നിന്ന് അവളുടെ ചമ്മൽ ഒഴിവാക്കാൻ വേണ്ടി ചെയ്യുന്നതാണെന്നൊക്കെ പറഞ്ഞിട്ട് രേണുകയുടെ മനസ്സ് മാറ്റണം കേട്ടോ. എന്നാൽ ഈ സമയം വസുന്ധര കൈകൊട്ടി പാടുന്ന ആ ഒരു അവസ്ഥയാണ്. വസുന്ധര റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആഹാ, എന്ത് നല്ല കാഴ്ച, എന്ത് രസകരമായ കാഴ്ച. അവൾ ജയിലിൽ പോയി വിചാരിച്ചതുപോലെ ഒന്നും അല്ലല്ലോ ഈ ശിവാനി എന്നൊക്കെ പറയുമ്പോൾ ശിവാനി അങ്ങോട്ടേക്ക് കയറി വരുന്നു കേട്ടോ. അപ്പോൾ ശിവാനിയെ കണ്ടിട്ട് തന്നെ വസുന്ധര, എൻ്റെ മോളെ, നിന്നെ ഞാൻ സമ്മതിച്ചു, എന്നാലും നീ എത്ര പെട്ടെന്ന് അവളെ ജയിലിലടക്കി എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ, അവളെ അടയ്ക്കേണ്ടത് ആൻറ്റി നമ്മുടെയൊക്കെ ആവശ്യമില്ല, എന്നാലും നിന്നോട് എന്താ എനിക്ക് പറയേണ്ടതെന്ന് അറിയില്ല. എത്ര പെട്ടെന്ന് നീ അവളെ ജയിലിൽ അടക്കിയല്ലോ, അതിലെനിക്ക് സന്തോഷം, എന്നോട് പറയാൻ വാക്കുകളില്ല. അവൾ ജയിലിൽ പോകണം എന്നുള്ളത് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് എന്നൊക്കെ ഇങ്ങനെ പറയാനായിട്ട്. നിധി പോയി, പക്ഷേ ഗൗതം അവളെ ഇറക്കുമോ എന്നാണ് എൻ്റെ പേടി എന്നൊക്കെ ഇങ്ങനെ വസുന്ധരയോട് പറയുമ്പോൾ വസുന്ധര ഇങ്ങനെ ഓരോന്ന് ആലോചിച്ച് കൂട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു എപ്പിസോഡാണ് ഇനിയിപ്പോൾ ഇന്ന് വരാനിരിക്കുന്നത്.